ശ്രീ യുവരാജ് ഗോകുൽ ഈ SFIOയും അതുപോലെ തന്നെ EDയും ഒക്കെ കൂടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. അനുവദിക്കില്ല എന്നാണ്. അല്ല, ശ്രീ ബി ജയരാജ് അങ്ങേക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങിപ്പോൾ പറയുന്നത് അവിടെ നിന്ന് പിരിഞ്ഞു പോയത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞതെന്നൊക്കെയാണ് അങ്ങ് പറയുന്നത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീമതി വീണ വിജയനോട് പൊതുജനങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു തെരുവ് നാടകം നടത്തി, ഒരു തെരുവ് യുദ്ധം നടത്തി, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടഞ്ഞു വെച്ച് അവർ സഞ്ചരിച്ച കാറിനകത്ത് ചുടുകട്ട എടുത്തെറിഞ്ഞ് അവരെ ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. കാരണം ഓടുന്ന ഒരു വണ്ടിയിൽ ഗ്ലാസ്സിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ കൊല്ലാൻ നോക്കി ആ തരത്തിലേക്കൊക്കെ പോകുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് താൻ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം അവർ തുറന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ആ നൽകിയ സേവനത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരക്ഷരം പോലും വീണ വിജയൻ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് എന്തിനാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ ഒരു വക്താവാണെന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെയെങ്കിലും പറയാൻ വേണ്ട. ഇത് അങ്ങ് വക്താവുമല്ല, അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിരീക്ഷകനാണ്. അപ്പോൾ അങ്ങേക്ക് അതൊരു ബാധ്യതയോ അല്ല, അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊള്ളണം എന്നുള്ളത് അങ്ങയുടെ ഒരു ബാധ്യതയോ ഉത്തരവാദിത്വമല്ല. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന എന്തിനാ ഇത്രയും പൊള്ളുന്നത്? അല്ലല്ല, അങ്ങ് ഇങ്ങനെ പൊള്ളേണ്ട കാര്യമില്ല. അങ്ങ് ഇത്രയും നേരം സംസാരിച്ചല്ലോ. അല്ല ശ്രീ ജയരാജ്, ഞാൻ 10-40,000-ഓളം വോട്ടോടെ പിടിച്ചിട്ടുണ്ട് BJPയുടെ ചരിത്രത്തിലെ. BJPയുടെ ചരിത്രത്തിലെ വക്താവല്ല, അയാളാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് വക്താവല്ലോ. താങ്കളുടെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി. എന്റെ കാര്യത്തിലോട്ട് കിണ്ടാൻ വരണ്ട. കിണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള കാര്യം കൂടെ പറയാം. ശരി, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങ് CPM-ൻ്റെ ഔദ്യോഗിക വക്താവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അങ്ങ് CPM ഇടത് നിരീക്ഷകനെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതി കാണിച്ചിരിക്കുന്നതും അങ്ങ് ഇടത് നിരീക്ഷകനായിട്ടാണ് ഇരിക്കുന്നതും. അപ്പോൾ CPM-ൻ്റെ ഔദ്യോഗിക വക്താവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിനെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ അങ്ങയോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, വീണ വിജയൻ ഇതുവരെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ അങ്ങ് വെറുതെ നെടുമങ്ങാട് പോയിട്ട്, നെടുമങ്ങാട് പോലെ BJPയുടെ ഒരു B ക്ലാസ് മണ്ഡലത്തിൽ 10-40,000-ഓളം വോട്ട് പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനൊരു വോട്ട് കേരളത്തിന് പുറത്ത് എത്ര മണ്ഡലങ്ങളിൽ CPM-ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോട്ടയോട് പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നിരീക്ഷകനായിട്ട്, അതും വക്താവായിട്ടല്ല, നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, അങ്ങ് വീണ വിജയനോട് പറയുക, നിങ്ങൾ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്ത് ന്യായീകരണം എവിടെ നിങ്ങൾ പൊതുസമൂഹത്തിനെ മുഴുവൻ അത്രയും നിസ്സാരമായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിയില്ല എന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, 166 പേജുള്ള ഒരു റിപ്പോർട്ട് SFIO അന്വേഷിച്ച് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അങ്ങേക്ക് അത് മുഴുവനായിട്ട് തന്നെ വായിച്ച് നോക്കാവുന്നതാണ്. അതിനകത്ത് SFIO വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മഞ്ജുഷ എൻ്റെ ഇൻട്രോയിലും പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കേണ്ട എന്ന് കരുതുന്നുണ്ട്, പക്ഷേ ആവർത്തിക്കേണ്ടി വരുന്നതാണ്. അതായത് എക്സാലോജിക്കിന് കൊടുക്കുമ്പോൾ മാത്രം 2.72 കോടി രൂപ കൊടുത്ത അതേ സേവനം അതിനുശേഷം ATNL എന്ന് പറയുന്ന ഒരു കമ്പനി വെറും 3 ലക്ഷം രൂപ സേവനത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് എന്ത് ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്? ആനുവൽ മെയിൻ്റനൻസ് ഞാൻ സമ്മതിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ചക്ക, ആ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ലക്ഷം രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മളൊരു കാറ് മേടിക്കുന്നു, നമ്മളൊരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു 2 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചിട്ടിട്ട് ആ കാറിന് എനിക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ആ വാദം ഡൈജസ്റ്റ് ആകണമെന്ന് അങ്ങ് പറയുന്നത്? എന്ത് ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആനുവൽ മെയിൻ്റനൻസിന് ഒരു കോസ്റ്റ് ആകും. എന്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക്
ആനയെ മറുപടി മെയിൻറ്റെയിൻ ഇല്ല ചെയ്യണം, അതിനൊന്നും. ആനയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു തുകയാകും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വഴിയെ പോകുന്ന ഒരു തെരുവ് വെട്ടിയെ പിടിച്ച് വീട്ടിൽ വളർത്തിയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തുകയാകും എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ ഇത് ശുദ്ധ തട്ടിപ്പും മണി ലോണ്ടറിംഗും ആണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കാണ് ഇതിനകത്ത് സംശയമില്ല. ശരി, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതിനിടയ്ക്ക് ഇവർ ഈ പറയുന്ന CMRലും എക്സാലോജിക് വീണ ബന്ധം ഇതിനെ കൂടുതൽ ശക്തി പകരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും SFIയുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ശശിധരൻ കർത്ത MD CMRL അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉള്ള, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ജയ കർത്തയും പാർട്ട്ണർഷിപ്പിലായിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നുള്ള EICPL എന്ന കമ്പനി. ആ കമ്പനിയിൽ നിന്ന് ആദ്യം ഒരു 25 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പയായി നൽകുകയാണ് 5/8/2015. അത് 6/8/2015 ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു HDFC ബാങ്കിലേക്ക്. അത് 1/8/2016 24 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സിൽ തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിൽ 12% പലിശയ്ക്ക്. പക്ഷേ ഒരു പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല. അതുമാത്രമല്ല തിരിച്ചടയ്ക്കാഞ്ഞിട്ടുകൂടി മറ്റൊരു ലോൺ കൂടി നൽകുകയാണ് 25 ലക്ഷത്തിന്. അങ്ങനെ ടോട്ടൽ 50 ലക്ഷത്തിന്റെ. അത് 4 ലക്ഷം രൂപ തിരിച്ചടച്ചെന്ന് തോന്നുന്നു. അവസാനം 4 ലക്ഷം രൂപ 13/11/2016 അല്ലേ. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദി സെക്കൻഡ് ലോൺ ദാറ്റ് എക്സാലോജിക് റീപെയ്ഡ് 4 lakhs to EICPL on 13/11/2016 എന്നാണ്. മഞ്ജുഷ, ഇതിനകത്ത് ഇതിപ്പോൾ ഡോക്ടർ ജയരാജ് പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ റിപ്പോർട്ട് വായിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് അദ്ദേഹം കണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അല്ല, അദ്ദേഹത്തിന് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വിശ്വാസ്യത ഇല്ല. താങ്കൾക്കുണ്ടോ? താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ വിശ്വാസ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് സോണിയാഗാന്ധിയെയും രാഹുലിനെയും ഒക്കെ വേട്ടയാടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ തെളിവ് സഹിതം. ഞാൻ ഒരു മിനിറ്റ് ഡോക്ടർ ജയരാജ് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാൻ പറയാനായി ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ED വിട്ടുവന്നിട്ടുള്ള എല്ലാ കേസുകളും സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ED അല്ല, ഇത് SFIയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ SFIയുടെ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ SFIO കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു തെറ്റുമില്ല. ഇനി അതിനകത്ത് ഇത്തരത്തിലൊരു കാര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിനകത്ത് ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കേസ് EDയിലേക്ക് പോയത്. ഇപ്പം ഡോക്ടർ ജയരാജ് പറഞ്ഞത് VD സതീശൻ ഡൽഹി ചെന്നതിന് ശേഷമാണ്. ഞാൻ അതിൻ്റെ നാൾ വഴി ആദ്യമേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് ഈ റിപ്പോർട്ട് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ED ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് CMRL കൊണ്ടുപോയിട്ട് അതിന് സ്റ്റേ വാങ്ങിയത്. ആ സ്റ്റേ ഇന്നലെ വെക്കേറ്റായി. അത് ഒരു കോയിൻസിഡൻസ് ആണ്. നമുക്ക് അതിനകത്ത് അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ മിണ്ടാത്തത്? അല്ല, അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നുവല്ലോ. ആ കാര്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവരത് തർക്കപരിഹാര ബോർഡ് അത് കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ RC ഉണ്ട്, OC ഉണ്ട്, IK ഉണ്ട്, പിന്നെ അത് കുഞ്ഞാലിക്കുട്ടിയല്ലേ അല്ലേ, PK ഉണ്ട്. അപ്പോൾ ഇത് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണോ? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ള കൂടിയുണ്ട്. SFIയുടെ അന്വേഷണത്തിലേക്ക് അത് വന്നിട്ടില്ല. പക്ഷേ അതൊക്കെ സംഭാവന മേടിച്ചാണ്. ഇല്ല, അത് കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അല്ല. നോക്കൂ, അത് ഡോക്ടർ ജയരാജ് അങ്ങ് കളിയാക്കി പറയണ്ട. അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആളുകളും ഞങ്ങളും ഒക്കെ തന്നെ പല ആളുകളിൽ നിന്നും സംഭാവന കൈപ്പറ്റി റെസീറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഈ രാജ്യത്ത് BJP ചെയ്യാറുണ്ട്, കോൺഗ്രസ് പാർട്ടി ചെയ്യാറുണ്ട്, CPM. അതുപോലെ അല്ലല്ലോ ഒരു വ്യക്തി. പക്ഷേ അവിടെ മറ്റൊരു കാര്യം, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.